ആദ്യമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള വിവരങ്ങളും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പല കാര്യങ്ങളും കേരളത്തിലൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പല വസ്തുതകളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അത് ഞാൻ നേരിട്ട് ആദ്യമേ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ശ്രീ വിജയ് ശർമാജിയുമായി അദ്ദേഹമായിട്ട് വളരെ വർഷത്തെ പഴക്കമുള്ള ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോടൊപ്പം വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചു. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം 1968 മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റി കൺവേർഷൻ ലോ, അതായത് കോൺഗ്രസിന്റെ സമയത്ത് തന്നെ, കോൺഗ്രസ് സർക്കാരുകളുടെ സമയത്ത് തന്നെ ഇവിടെ ഒരു ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കാരണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ ബെൽറ്റ് ആണ്, ഒത്തിരി ട്രൈബൽ ആദിവാസി സമൂഹമുള്ളൊരു മേഖലയാണ്. അതുപോലെ തന്നെ നക്സലിസം വളരെ കൊടികുത്തി, മാവോയിസം ഇവിടെ കൊടികുത്തി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അത് വളരെ താരതമ്യേന കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇവിടെ വളരെ ഗംഭീരമായൊരു വിഷയമാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും. അത് ഇവിടുത്തെ ജനങ്ങളായിക്കൊള്ളട്ടെ മറ്റുള്ളവരായിക്കൊള്ളട്ടെ ആ രീതിയിൽ അത് ഏറ്റുപിടിക്കും. അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിവരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനുശേഷം നിയമപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും, നിയമം അതിന്റെ വഴിക്ക് പോകും, അന്വേഷണം ഉണ്ടാവേണ്ടത് അന്വേഷണമൊക്കെ ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു നീതിപൂർവമായ ഒരു പരിഹാരം കൂടി ഉടനെ തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്, സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടുകൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്? അദ്ദേഹം ഈ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും എല്ലാം ഉണ്ടായെന്ന തരത്തിൽ തന്നെയല്ല ആദ്യത്തെ ഒരു പ്രതികരണ സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇട്ടിരിക്കുന്ന FIR-നെ ആസ്പദമാക്കിയിട്ടാണ്. കാരണം FIR-ൽ കേസെടുത്തത് അന്നേരം ഉണ്ടായ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ സംഭവം ഉണ്ടായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈ രണ്ട് പെൺകുട്ടികളും അവരെ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനും ആ സമയത്ത് സിസ്റ്റേഴ്സ് എത്തിയിട്ടില്ലായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി അവിടെ ഒരല്പം ഭാവപ്രകടനം നടത്തുകയും ആ പെൺകുട്ടിയുടെ ചില വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ റെയിൽവേ പോലീസാണ് കേസെടുത്ത് FIR ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും FIR വരുമ്പോൾ ഇപ്പൊ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ കേസിടുന്നത്. ആ കേസിട്ട കാര്യമാണ് ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ വിൽ പ്രിവെയിൽ, അല്ലെങ്കിൽ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് നടക്കേണ്ട കാര്യമില്ല, നിയമപരമായിട്ട് തന്നെ നടക്കും. ക്രിസ്ത്യാനികളാണ് ഈ രണ്ട് കുട്ടികളും 5 വർഷമായി എന്നുള്ളത് കുട്ടികൾ തന്നെ പറയുന്നതായിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ ഇവരുടെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ മനുഷ്യക്കടത്തും ഒപ്പം മതപരിവർത്തനവും നടന്നിട്ടില്ല എന്നാണ് ഈ കന്യാസ്ത്രീകളും ക്രൈസ്തവ പുരോഹിതരും പറയുന്നത്. അപ്പോൾ ഈ കേസ് എങ്ങനെ നിലനിൽക്കും? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ആഭ്യന്തരമന്ത്രി നൽകിയോ? അക്കാര്യം ചോദിച്ചോ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഈ കുട്ടികൾ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ പോലും അറിയാം, ഈ മാവോയിസത്തിന്റെ ഏറ്റവും അവരുടെ ഒരു മെയിൻ കേന്ദ്രമാണിത്. അവിടെ ഇന്ത്യൻ സർക്കാരിന് പോലും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ലാൻഡ് റെക്കോർഡ് പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ കൃത്യമായ ബോധ്യവും നമ്മുടെ റെക്കോർഡുകളിലുണ്ട്. പക്ഷേ ഛത്തീസ്ഗഡ് വരുമ്പോൾ പലപ്പോഴും അതൊരു ഗ്രേ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയും അതിനകത്ത് വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം വേണം, അന്വേഷണം നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വന്നത്, ആരും നിർബന്ധിച്ചിട്ടല്ല, ജോലിക്കാണ് പോകുന്നത്, അവിടെ നിർത്തി. അപ്പൊ നല്ല കാര്യമല്ലേ? അപ്പം കേസിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഉപകാരപ്പെടുമല്ലോ എന്നാണ് അവരും പറയുന്നത്. ഒരു കാര്യം എന്നുള്ളത്, ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വരുന്നു, ക്രൈസ്തവ പുരോഹിതർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു, അവർക്കിപ്പോ കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്താണ് ഈ സംസാരത്തിൽ നിന്ന്?
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പ്രതീക്ഷ നല്ല രീതിയിൽ ഏറിയിട്ടുണ്ട്. ഉടനെ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇത് കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിനും ഇതിനകത്ത് പ്രതികരിക്കാൻ സാധിക്കില്ല. എനിക്കും അതിന്റെ വിശദാംശങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ പറയാനാവില്ല. സഭകളുടെ ഒരു ആരോപണം ഈ എഫ്ഐആർ തിരുത്തി എന്നുള്ളതാണ്. ആദ്യത്തെ എഫ്ഐആർ പിന്നീട് തിരുത്തി, പിന്നീട് ഈ മതപരിവർത്തനത്തിന്റെ കേസ് കൂടി ചേർത്തു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. പലതും മിസ്ഇൻഫർമേഷനാണ്. ഇതിനകത്ത് ആദ്യം ഇട്ടിരിക്കുന്ന എഫ്ഐആർ കൃത്യമായിട്ട് ഞാൻ കണ്ടു. കോടതിയിൽ കേസ് പോയിരിക്കുന്നത് ആദ്യത്തെ ഇട്ടിരിക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ്. പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ പരത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു.